ധരിക്കണം എന്നതിനെ പറ്റിയും അവരെങ്ങനെ നടക്കണം എന്നതിനെ പറ്റിയും ഒരു ഉദ്ഘാടനത്തിന് അവരെ വിളിക്കുന്ന സമയത്ത് അവർ ഏത് തരത്തിലാണ് അവിടെ പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം നമ്മുടെ ഭരണഘടനയാണ് അവർക്ക് നൽകുന്നത്. അപ്പൊ അവര് ധരിച്ചിരിക്കുന്ന അവസരത്തിൽ ചേരുന്നതാണോ അല്ലയോ എന്ന് പറയാനുള്ള അവകാശം പോലും നമുക്കില്ല. കാരണം ഒരു ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് അവർ ധരിക്കുന്ന വസ്ത്രത്തിൽ ഒരു പ്രത്യേക ഡ്രസ് കോഡ് ഒന്നും നിലനിൽക്കുന്ന സാഹചര്യമില്ല. മറ്റു നടിമാരോ മറ്റുള്ള മനുഷ്യരോ ധരിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ചിട്ടല്ല അവരവിടെ പോയിരിക്കുന്നത്. അപ്പൊ അത് അവരുടെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വസ്ത്രം ഒരാൾ ധരിച്ചു എന്ന് കരുതി അയാളെ ശാരീരികമായി അവഹേളിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് എന്നാണ് കിട്ടിയിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇവിടെ കാണുന്ന ഞാൻ ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഹണിറോസിനെ മാത്രമല്ല സമൂഹത്തിലുള്ള പല പ്രായത്തിലുള്ള പല സ്ത്രീകളെയും അവരെ ദ്വയാർത്ഥ പ്രയോഗം വഴി ഇദ്ദേഹം ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സാമൂഹ്യ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ ഇയാൾ ഒരു ധനാഢ്യനാണ് എന്നതുകൊണ്ടോ ഒക്കെ തന്നെ കുറെ അധികം ആൾക്കാർ ഇയാൾക്കെതിരെ പരാതികളുമായിട്ട് പോയിട്ടുണ്ടാവില്ല.